അടിയന്തര സാഹചര്യം എന്തായിരുന്നു? മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റുന്നത് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ ഈ സംസ്ഥാനത്തിനകത്ത് BJPക്ക് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ താല്പര്യം ഞങ്ങൾക്കില്ല. കേരളത്തിൽ BJPയുടെ അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. സി വേണുഗോപാൽ മത്സരിച്ച കുഴപ്പം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കുഴപ്പം, ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന കുഴപ്പം, മുരളീധരൻ മത്സരിക്കുന്ന കുഴപ്പം. ഒരു കാര്യം ഇവരാ നോമിനേഷൻ കൊടുത്തിട്ടില്ല. സനോജ് AKG സെന്ററിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുത്താ ഞങ്ങളുടെ ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മാറി നിൽക്കണം. ഇങ്ങനെയൊക്കെ അറിയാൻ പാടുണ്ടോ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു നിന്ന് KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് മത്സരിച്ച തെരഞ്ഞെടുപ്പ് പങ്കുവെക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ CPM-ന്റെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, ശ്രീ സനോജ്. എന്താ പേര്? ബൽവാൻ പൂനിയ. ആ ബൽവാൻ പൂനിയക്കെതിരായിട്ട് നിങ്ങൾ അച്ചടക്ക നടപടി എടുത്തു. 1 വർഷം പുറത്താക്കി. അഭിലാഷ് ഓർമ്മ ഉണ്ടല്ലോ. എന്തായിരുന്നു കാരണം? ശ്രീ സനോജ് കുറെ നേരമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഈ ഇലക്ട്രൽ ബോണ്ടിൽ ശ്രീ അഭിലാഷിന്റെ സ്പ്ലിറ്റപ്പ് ഉണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളെ മലയാളിക്കറിയാം. പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്കറിയാം. ആ ആളുടെ പേര് സാന്റിയാഗോ മാർട്ടിൻ എന്നാണ്. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന ആള്. അപ്പം CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല. അല്ലാതെ വളരെ രഹസ്യമായിട്ട് EP ജയരാജൻ പോയിട്ട് 2 കോടി ഇങ്ങ് തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിനും CPM-ഉം തമ്മിലുണ്ട്. ചർച്ച ഇങ്ങനെക്കിടയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ CPM-കാരും BJP-കാരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ പറയൂ, അല്ലാത്തപ്പോഴും തന്നെ ഉള്ളൂ. അത് വിട്ടേരെ. ഈ BML വിൽക്കുന്നത് ഞങ്ങളോട് പോയി ചോദിച്ചിട്ടില്ല. ഇപ്പോൾ BJP മറ്റെല്ലാ കാര്യവും ചെയ്യുന്നത് കോൺഗ്രസ് ഓഫീസിൽ രാവിലെ പോയി ചോദിച്ച് ഇവരെ പെർമിഷൻ എടുത്തിട്ടാണോ? ഇവർ എന്ത് കാര്യമാണ് ഈ പറയുന്നത്? പറയട്ടെ. BML എന്ന് പറഞ്ഞ സ്ഥാപനം 54,500 കോടി ആസ്തിയുള്ള സ്ഥാപനം വിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എതിർപ്പുമായി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? കോൺഗ്രസ് അത് ഏറ്റെടുത്ത മേഘ ഗ്രൂപ്പിൽ നിന്ന് 340 കോടി വാങ്ങി. ഞാൻ പഠിക്കുന്നതിന് മര്യാദ അതങ്ങനെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടല്ലേ. ഇല്ല ഞാൻ ശരിയാത്താൻ